BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. PBG റാംജി പദ്ധതിയുടെ തൊടുപുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. തൊടുപുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് നിർവഹിച്ചു. തൊടുപുഴ ബംഗളൂരിൽ സ്മിത ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നതാണ് അപകടത്തിന് പ്രധാന കാരണം. തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ് തിയേറ്ററിന്റെ സമീപത്ത് റോഡിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ നിരന്തരം പോകുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ പച്ചക്കറി തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം കുഴിയായി കിടന്ന സ്ഥലം രാജാക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു. വാർത്തകൾ വിശദമായി. PBG റാംജി പദ്ധതിയുടെ തൊടുപുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. തൊടുപുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ കല്ലാനിക്ക വാർഡിൽ പള്ളത്ത് മാത്യു വർഗീസിന്റെ സ്ഥലത്ത് തീറ്റപ്പുൽ വിത്ത് നട്ടുകൊണ്ട് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് നിർവഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി പുതുതായി വിഭാവനം ചെയ്ത വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയുടെ തൊടുപുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ കല്ലാനിക്കൽ വാർഡിൽ പള്ളത്ത് മാത്യു വർഗീസിന്റെ സ്ഥലത്ത് തീറ്റപ്പോൽ വിത്ത് നട്ടുകൊണ്ട് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് നിർവഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ജോബ്, ക്ഷേമകാര്യ ചെയർമാൻ ഷൈനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസീല ലത്തീഫ്, ബ്ലോക്ക് മെമ്പർ മേരി രാജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബേബി തോമസ്, ഷീല ദീപു, ബിൻസി മാർട്ടിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TM മുജീബ്, അനൂപ് VK, അനീഷ ബാലൻ, ഷീജ നൌഷാദ്, BB സലീം, ബിന്ദു കിഷോർ, സുഗു TC, രാജേഷ് ഗോപാലൻ, സൽമി നിസാർ, ഉദ്യോഗസ്ഥരായ ഹരികൃഷ്ണൻ, സാബു സെൽവനോസ്, മഞ്ജു, അന്നു ലിറ്റി ജോർജ്, അഞ്ജന എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
ചടങ്ങിൽ VBG റാംജി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ, ഗ്രാമീണ മേഖലയിലെ തൊഴിൽ, ഉപജീവന വികസനം എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. പദ്ധതി ഗ്രാമീണരുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും കാർഷിക മേഖലയിലെ ഉൽപാദന വർധനയ്ക്കും ഗുണകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വെങ്ങല്ലൂരിൽ സ്മിത ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നതാണ് അപകടത്തിന് പ്രധാന കാരണം. കാൽനട യാത്രക്കാർക്ക് കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. സ്മിത ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് മൂലം നിരന്തരം അപകടമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു. മെയിൻ ബ്ലോക്കിന്റെ കാരണം ഹോസ്പിറ്റലിൽ വരുന്ന വണ്ടി പാർക്ക് ചെയ്യാനുള്ള അസൗകര്യം. റോഡിന്റെ രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യാത്രക്കാരന് നടന്നു പോകാനുള്ള സൗകര്യം ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പ്, സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മൂവാറ്റുപുഴ സൈഡിലേക്കും തൊടുപുഴ സൈഡിലേക്കും പോകുന്ന ബസ് സ്റ്റോപ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. ആ ബസ് വന്ന് നിർത്തി കഴിഞ്ഞാൽ ഒതുക്കി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. ആ ബസ് നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ നിരയായിട്ട് അങ്ങ് സുലഭ ഹൈപ്പർ മാർക്കറ്റിന്റെ അവിടം വരെ വരും. റോഡിന്റെ ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. കൂടാതെ സിഗ്നലിൽ ബസ് സ്റ്റോപ്പ് ഉള്ളതിനാലും ഗതാഗതം സ്തംഭിക്കുന്നു. ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ ഒതുക്കി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇല്ലാത്ത സ്ഥിതിയാണ്. ബസ് നിർത്തുന്നതിനാൽ വാഹനങ്ങൾ നിരനിരയായി വന്ന് ബ്ലോക്ക് ഉണ്ടാകുന്നു. വഴിയാത്രക്കാർക്ക് നടക്കാനും മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനുമുള്ള അസൗകര്യമാണ് നിലവിലുള്ളത്. കൂടാതെ റോഡ് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനുകളും ഇല്ലാത്ത സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ് തിയേറ്ററിന്റെ സമീപത്തെ റോഡിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ നിരന്തരം പോകുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. കൂടാതെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്നതിനാൽ സമീപത്തെ കടകളിലേക്കും ചെളിവെള്ളം തെറിച്ചു കയറുന്ന സ്ഥിതിവിശേഷമുണ്ട്. അധികാരികൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ പച്ചക്കറി തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ഓണത്തിന് പരമാവധി സ്വന്തം വീട്ടിൽ വിളയിച്ച പച്ചക്കറികൾ ഉപയോഗിച്ച് ആഘോഷിക്കാനുള്ള തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കർഷകരോട് ആവശ്യപ്പെട്ടു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം യോഗത്തിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ പച്ചക്കറി തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജോ ജോസഫ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയനമ്മ ജോസ്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ സുബൈർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സന്തോഷ്, വാർഡ് മെമ്പർമാരായ മനോജ് തോട്ടത്തിൽ, അനീഷ് കിഴക്കൽ, ജോസ് തൊട്ടിയിൽ, ജോർജ് അഗസ്റ്റിൻ, മിനി പ്രിൻസ്, ഷാമിന PE, രജനി ഷിബു, CDS ചെയർപേഴ്സൺ രേഷ്മ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ അഭിജിത്ത് PH പദ്ധതി വിശദീകരണവും ക്ലാസും നടത്തി. ഓണത്തിന് ഒരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകളും ജൈവ കീടനാശിനികളും കർഷകർക്ക് വിതരണം ചെയ്തു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഈ സമയത്ത് മഴയും വെയിലും സന്തുലിതമായി ലഭിക്കുന്നതിനാൽ സസ്യവളർച്ചയ്ക്ക് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് രൂപപ്പെടുന്നത്. തിരുവാതിരയിൽ തിരിമുറിയാതെ മഴ എന്ന ചൊല്ല് ഈ കാലഘട്ടത്തിലെ മഴയുടെ പ്രത്യേകതയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സമയത്ത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കുകയും അന്തരീക്ഷ താപനില മിതമായിരിക്കുകയും ചെയ്യുന്നതിനാൽ നട്ടുപിടിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് വേഗത്തിൽ വേരുപിടിക്കാൻ സാധിക്കുന്നു. ഈർപ്പം, വായുസഞ്ചാരം, സൂര്യപ്രകാശം എന്നിവയുടെ സമന്വയം മൂലം ചെടികൾക്ക് വളർച്ചയുടെ ആദ്യഘട്ടം എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്നു. തിരുവാതിര ഞാറ്റുവേലയിൽ മണ്ണ് മൃദുവാകുന്നതിനാൽ പുതിയ വേരുകൾ എളുപ്പത്തിൽ വ്യാപിക്കുകയും പോഷകങ്ങൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. മഴയും ഇടവിട്ടുള്ള വെയിലും ലഭിക്കുന്നതിനാൽ
അന്തരീക്ഷത്തിലെ നൈട്രജൻ സംയുക്തങ്ങളുടെ ചെറിയ അളവുകൾ മണ്ണിലെത്തുകയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും ചെയ്യുന്നത് സസ്യവളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ തന്നെ ഈ കാലയളവിൽ നടന്ന തൈകൾക്ക് തുടക്കത്തിൽ പ്രത്യേക പരിചരണം താരതമ്യേന കുറവായിരിക്കും. ഈ വർഷത്തെ ഓണത്തിന് പരമാവധി സ്വന്തം വീട്ടിൽ വിളയിച്ച പച്ചക്കറികൾ ഉപയോഗിച്ച് ആഘോഷിക്കാനുള്ള തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കർഷകരോട് ആവശ്യപ്പെട്ടു. രാജാക്കാട് ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം കുഴിയായി കിടന്ന സ്ഥലം രാജാക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു. വാഹനങ്ങൾ പോകുമ്പോൾ കുഴിയിൽ ചാടി ആളുകളുടെ ദേഹത്തും വ്യാപാര സ്ഥാപനങ്ങളിലും ചെളി തെറിക്കുന്നു എന്ന അഭ്യർത്ഥന മാനിച്ചാണ് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ കുഴിയടച്ചത്. രാജാക്കാട് ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം PW റോഡിൽ ഒരു കുഴി രൂപപ്പെടുകയും ആ കുഴി അടയ്ക്കാതെ വന്നതിൻ്റെ പേരിൽ രാജാക്കാട്ടിലെ വാഹനങ്ങൾ ആ റോഡിലൂടെ ഓടുമ്പോൾ കുഴിയിൽ ചാടി മഴ പെയ്തും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ആളുകളുടെ മേത്തോട്ടും കടകളിലോട്ടും തെറിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ ആളുകളും വ്യാപാരികളും ഈ കുഴി ഒന്ന് അടച്ചു തരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എന്നോട് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇന്നലെ ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായത്. ഈ കോൺക്രീറ്റിന് ശേഷം ഇപ്പോൾ സുഗമമായ രീതിയിൽ അതിൽ വാഹനങ്ങൾ ഓടുന്നതിനും ആളുകളുടെ ദേഹത്ത് ചെളി അടിക്കാതെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് വെള്ളം അടിക്കാതെയും റോഡ് ശുദ്ധമായി. റവന്യൂ വകുപ്പിലെ മാനദണ്ഡ വിരുദ്ധ സ്ഥലമാറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CA അനീഷ് KRDSA ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KRDSA ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് റവന്യൂ വകുപ്പിൽ വിവിധ തസ്തികകളിൽ സ്ഥലമാറ്റം സംബന്ധിച്ച് ഓൺലൈൻ സംവിധാനം നിലനിൽക്കെ ക്രമവിരുദ്ധമായും ചട്ടങ്ങൾ ലംഘിച്ചും ഭീഷണിപ്പെടുത്തിയും ജീവനക്കാരുടെ കൈകളിൽ നിന്നും കത്തുകൾ എഴുതി വാങ്ങിയും സ്ഥലമാറ്റം നടത്തുകയാണെന്നും ഏറ്റവും താഴ്ന്ന വരുമാനക്കാരായ പാർട്ട് ടൈം ജീവനക്കാർ, വികലാംഗ ജീവനക്കാർ, ഗർഭിണികൾ, മാരകമായ രോഗങ്ങളുള്ള ജീവനക്കാർ ഉൾപ്പെടെ ജില്ലയിലെ ദൂരസ്ഥലങ്ങളിലേക്ക് തലങ്ങും വിലങ്ങുമുള്ള സ്ഥലമാറ്റങ്ങൾ ഭരണാനുകൂല സംഘടനകളുടെ നിയമവിരുദ്ധമായ നടപടികൾക്കെതിരായും ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും തൊടുപുഴ VR ബിനാമോൾ എംപ്ലോയീസ് ഹാളിൽ ചേർന്ന KRDSA ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CA അനീഷ് പറഞ്ഞു. ഏറ്റവും ആദ്യത്തെ അടി കിട്ടിയതാർക്കാണോ? ആ പ്രൈവറ്റ് ബസ് മേഖല മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്ക് വന്നില്ലേ? ഇപ്പൊ KSRTC ബസ്സില് വനിതകൾക്ക് സൗജന്യം നൽകുന്നു. നല്ല കാര്യം, മോശമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു വരുമാന പരിധി ഇതിൽ വെക്കണ്ടേ? ഞാൻ സ്ത്രീകൾക്കെതിരായിട്ട് പ്രവർത്തനം പറയുകയല്ല. നമ്മുടെ ഉന്നത ഇപ്പൊ ഒരു 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു വനിത എന്നുള്ള രീതിയിൽ അവർ ആ ബസ് ഉപയോഗിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താ, അവർക്ക് ഫ്രീ ആയിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് അങ്ങനെ പോകാൻ കഴിയില്ല. അങ്ങനെയാണ് നിങ്ങൾ വേറെ ബസ്സിക്കാർ പോകോ. KRDSA ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജൂലൈ 7-ന് ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ ചേർന്ന VR ബിനാമോൾ അനുസ്മരണ പരിപാടിയിൽ ജില്ലയിലെ മുഴുവൻ റവന്യൂ ജീവനക്കാരും പങ്കെടുക്കണമെന്നും SKM ബഷീർ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R ബിജുമോൻ, സംസ്ഥാന കമ്മിറ്റി അംഗം S സുകുമാരൻ, സംഘടനയുടെ ജില്ലയിലെ നേതാക്കന്മാരായ TH ഫൈസൽ, സുമിതമോൾ CS തുടങ്ങിയവർ പ്രസംഗിച്ചു. KRDSA ഇടുക്കി ജില്ലാ സെക്രട്ടറി DK സജിമോൻ സ്വാഗതം പറഞ്ഞു. സംഘടനയുടെ തൊടുപുഴ മേഖലാ സെക്രട്ടറി G സുനീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി MLA റോയി K പൗലോസിന് സ്വീകരണം നൽകുകയും വികസന സദസ്സ് നടത്തുകയും ചെയ്തു. അടുത്ത 5 വർഷം കൊണ്ട് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ MLAക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്.
കട്ടപ്പന CSI ഗാർഡനിൽ നടന്ന പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി MLA റോയ് കെ പൗലോസിന് സ്വീകരണം നൽകുകയും വികസന സദസ് നടത്തുകയും ചെയ്തു. കട്ടപ്പന CSI ഗാർഡനിൽ നടന്ന പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുമ്പ് കോൺഗ്രസ് സമിതി ഉണ്ടാകുമ്പോൾ അന്ന് ഭരണപക്ഷത്തായിരുന്നില്ല, പ്രതിപക്ഷത്തായിരുന്നു. പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഭരണപക്ഷത്തിരിക്കുന്നവർക്കും പരിമിതികൾ, പ്രതിപക്ഷത്തിന് പരിമിതികൾ ഏറെയുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ശ്രീ റോസമ്മ ചാക്കോ ഒരു ടൈം ഇവിടെ MLA ആയി. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഓർക്കുന്നത് കട്ടപ്പന ടൗൺ ഹാളിൽ ഉദ്ഘാടനം നടക്കുന്നത്. ടൗൺ ഹാളിൽ ഉദ്ഘാടനം നടക്കാൻ വരുന്നത് മന്ത്രിയാണ്. മന്ത്രി ഭരണപക്ഷമാണ്, MLA പ്രതിപക്ഷമാണ്. MLAയുടെ മുന്നണിയിലാണ് പഞ്ചായത്ത്. പക്ഷേ MLAയുടെ പേര് ആ പരിപാടിയിൽ രേഖപ്പെടുത്തിയില്ല. ഇപ്പോഴും ആ ശിലാഫലകം ടൗൺ ഹാളിലുണ്ട്, MLAയുടെ പേരിൽ അറിയാം. എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികൾ പോലും അത്ര സന്തോഷകരമായിരുന്നില്ല കോൺഗ്രസ് ജയിക്കുന്നത് എന്നതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റിയതെന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരുവാൻ UDF ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ പ്രദേശങ്ങളിൽ MLAയുടെ ശ്രദ്ധ പതിയേണ്ട വികസന വിഷയങ്ങൾ കോൺഗ്രസ് പ്രതിനിധികളായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പാർട്ടി ഭാരവാഹികളും യോഗത്തിൽ അവതരിപ്പിച്ചു. വികസന സദസ്സിൽ അവതരിപ്പിച്ച വികസന പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണുമെന്നും ആരോഗ്യ മേഖലയിലെ അപര്യാപ്തതയ്ക്കും ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനാണ് മുഖ്യ പരിഗണന നൽകുന്നതെന്നും മറുപടി പ്രസംഗത്തിൽ MLA പറഞ്ഞു. ഗതാഗത മേഖലയിലെയും ടൂറിസം മേഖലയിലെയും വികസനത്തിനായി പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും റോയ് കെ പൗലോസ് MLA പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, DCC ഭാരവാഹികളായ ST അഗസ്റ്റിൻ, മനോജ് മുരളി, ജേസൺ കെ ആന്റണി, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, കാഞ്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് സെലീൻ തോമസ്, കൊന്നത്തടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി ജോയ്, നേതാക്കളായ ജോസ് മുത്തനാട്ട്, മിനി സാബു, ഷാജി വെള്ളമക്കൽ, അനീഷ് മണ്ണൂർ, സാജു കാരക്കുന്നേൽ, ജോമോൻ തെക്കൽ, ലീലാമ്മ ബേബി, ആൽബിൻ മണ്ണഞ്ചേരി, ടോമി തെങ്ങുംപള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുമായി അനുമോദന യോഗം സംഘടിപ്പിച്ചു. തങ്കമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. എക്സലൻസ് 2025-26 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ അധ്യയന വർഷം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയുമാണ് ആദരിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ അറസ്റ്റ് നടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അത് 50, 60, 70 വയസ്സായ ആളുകളല്ല എക്സൈസുകാരും പോലീസുകാരും അറസ്റ്റ് ചെയ്യുന്നത്. ആ ഭൂരിപക്ഷം ആളുകളും 25 വയസ്സില്ലായിരുന്നു, 25 വയസ്സില്ലായിരുന്നു. ഒരു 15-നും 25-നും വയസ്സിനിടയിലുള്ള ആളുകളെയാണ്. നേരത്തെ ആൺകുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികളെയും കൂടി. വോളിബോൾ മത്സരത്തിൽ ഏഷ്യൻ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകൻ ബോബി സേവ്യറിനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അർക്കിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കാട്ടുപാലം, മഹേഷ് മാത്യു, വത്സമ്മ ശശികുമാർ, തങ്കമണി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു K ജെയിംസ്, പഞ്ചായത്ത് സെക്രട്ടറി സാന്ദ്ര സുനിൽ, മരിയ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ.
പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജ് ഏട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. താഴുകൾക്കായി എക്സ്ക്ലൂസീവ് ശേഖരവുമായി തൊടുപുഴയിൽ ദ ലോക്ക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഭവനത്തിനാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴുകൾ. അതുകൊണ്ട് തന്നെ താഴുകളുടെ വിപുലമായ ശേഖരം ഒരുക്കുകയാണ് സിംപ്ലെക്സ് ഹോം സൊല്യൂഷൻ. ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ, ഇലക്ട്രോണിക് ലോക്സ്, മോഡ്യുലർ കിച്ചൺസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്യാം, WPC, PVC ബോർഡുകൾ, മൾട്ടിവുഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ദ ലോക്ക് സ്റ്റുഡിയോ, ജീസസ് ടവർ, മുതലക്കോടം. ഫോൺ 9947973577. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
നല്ല ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttal Silks. വാർത്തകൾ തുടരുന്നു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. എഴുത്തുകാരിയും കവയിത്രിയുമായി ഇന്ദുലേഖ ഷാജി വിദ്യാരംഭം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുവാടം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനിയെ ആദരിച്ചു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മെറിറ്റ് ഡേയിൽ കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം അക്കാദമിക് മേഖലയിൽ ഫുൾ A+ നേടി മികച്ച നേട്ടം കൈവരിച്ച അക്ഷര സന്തോഷിനെ ആദരിച്ചു. മുഖ്യ അതിഥിയായി എഴുത്തുകാരിയും കവയിത്രിയുമായ ഇന്ദുലേഖ ഷാജി വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു. വായനാശീലം വളർത്തുന്നതിൻ്റെയും സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെയും പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓർമ്മിപ്പിച്ചു. തുടർന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ, ഹെഡ്മാസ്റ്റർ നോബിൻ ജോർജ്, PTA പ്രതിനിധി തോമസ് KV, ആർട്സ് ക്ലബ് പ്രസിഡന്റ് ഫിയോന ബിജു, വിദ്യാർത്ഥി പ്രതിനിധി ശിവപ്രിയ അജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖ വികസനത്തിനും സാഹിത്യ അഭിരുചി വളർത്തുന്നതിനും പ്രചോദനമായ ഈ പരിപാടിയിൽ അധ്യാപക പ്രതിനിധി അനിത ബെന്നി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെയ്ശ്ശേരി. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UPS ലഹരി വിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ റാലി നടത്തി. യോഗത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരി, തങ്കമണി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുബിൻ തങ്കച്ചൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആൻസി തോമസ് എന്നിവർ സംസാരിച്ചു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരി, തങ്കമണി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുബിൻ തങ്കച്ചൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആൻസി തോമസ് എന്നിവർ ലഹരി വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു. 275ഓളം കുട്ടികളും അധ്യാപകരും PTA പ്രതിനിധികളും റാലിയിൽ പങ്കാളികളായി. ലഹരിക്കെതിരെ കയ്യൊപ്പ്, പോസ്റ്റർ രചനാ മത്സരം, പ്രസംഗ മത്സരം, പാണ്ടിപ്പാറ ടൗൺ മധ്യത്തിൽ ഫ്ലാഷ് മോബ് ഉൾപ്പെടെ വിവിധ പരിപാടികൾ വിപുലമായി നടത്തപ്പെട്ടു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ട് പ്രത്യേക ഗ്രാമസഭ ചേർന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടിക പുതുക്കുന്നതിനായി തടിയമ്പാടി ചേർന്ന ഗ്രാമസഭ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ഭവന നിർമ്മാണ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ അഥവാ PMAY. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുമായിട്ടാണ് തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യോഗത്തിൽ അധ്യക്ഷയായി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി യോഗം ഉദ്ഘാടനം ചെയ്തു. ചെറിയ ചില കാലതാമസം വന്നിരിക്കാം, പക്ഷെ അത് നിങ്ങളെ ഞങ്ങളാരും ഒഴിവാക്കുന്നതല്ല. ആ കാര്യം കൂടി അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അർഹരായ ഒരു ഗുണഭോക്താവ് പോലും പദ്ധതിയിൽ നിന്നും പുറത്തു പോകാത്ത രീതിയിൽ വളരെ കൃത്യതയോടും സുതാര്യതയോടും കൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ വ്യക്തമാക്കി. പഞ്ചായത്തിലെ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും അർഹമായ ആനുകൂല്യം എത്തിക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. PMAY മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായുള്ള ചർച്ചകളും യോഗത്തിൽ നടന്നു. പഞ്ചായത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലാകുന്ന ഈ ഗ്രാമസഭയിലൂടെ 392 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് വഴി തുറക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പുറമെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഗ്രാമസഭയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ ഗ്രാനൈറ്റ് ഖനനത്തിനെതിരെ കോളനി നിവാസികളുടെ പ്രതിഷേധം. നഗരസഭയിലെ നിടിയങ്ങ തോപ്പിലായി മേഖലയിൽ ചെങ്കൽ ഖനനം പുനരാരംഭിക്കുന്നതിനെതിരെയാണ് കോളനി നിവാസികൾ രംഗത്തെത്തിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് സംരക്ഷണത്തോടെ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ശ്രീകണ്ഠപുരം CA വിഷ്ണു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിഷേധ സ്ഥലത്തെത്തി. ഖനനം പുനരാരംഭിക്കുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് സംരക്ഷണത്തോടെ ഉടമകളും സ്ഥലത്തെത്തി. സംഭവങ്ങൾ വന്ന് നോക്ക്, നിങ്ങൾക്ക് ബോധ്യപ്പെടേ എന്തിനു ചെയ്യണോ ചെയ്യേണ്ടത് കോടതിക്ക്
മനസ്സിൽ വെച്ചാൽ മതി. അത് മനസ്സിൽ വെച്ച് അത് വേണ്ടാത്ത വർത്താനം പറയണ്ട. അത് മനസ്സിൽ വെച്ചാൽ മതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PBG റാംജി പദ്ധതിയുടെ തൊടുപുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. തൊടുപുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് നിർവഹിച്ചു. തൊടുപുഴ ബംഗളൂരു സ്മിത ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നതാണ് അപകടത്തിന് പ്രധാന കാരണം. തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ് തിയേറ്ററിന്റെ സമീപത്തെ റോഡിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ നിരന്തരം പോകുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ പച്ചക്കറി തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം കുഴിയായി കിടന്ന സ്ഥലം രാജാക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.